ഹലോ ഫ്രണ്ട്സ്, ടെക്നിക് മലയാളത്തിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സ്മാർട്ട് വാച്ചാണ്. 2799 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടാവുന്ന നല്ല ഒരു വാച്ച്, നല്ലൊരു ക്വാളിറ്റി സ്മാർട്ട് വാച്ച്, റെഡ്മി വാച്ച് 5 ആക്റ്റീവ്. അപ്പോൾ ഇതാണ് റെഡ്മിന്റെ ഹൈപ്പർ OS പവേർഡ് സ്മാർട്ട് വാച്ച്. അപ്പോൾ നമ്മൾ ഹൈപ്പർ OSനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. റെഡ്മിന്റെ ഷവമിന്റെ ഏറ്റവും പുതിയ OS ആണ്. അപ്പോൾ ഹൈപ്പർ OSന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് സ്മാർട്ട് ഫോണിലേക്ക് മാത്രമല്ല, ഈവൻ കാർ വരെ ഹൈപ്പർ OS ആണ് റൺ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇനി IoT പ്രൊഡക്ട്സ് എല്ലാം തന്നെ ഹൈപ്പർ OS ആയിരിക്കും പവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ റെഡ്മി വാച്ച് 5 ആക്റ്റീവ് ഒരു ബ്ലൂടൂത്ത് കോളിംഗ് സ്മാർട്ട് വാച്ച് ആണ്. ഇതിനകത്ത് ഹൈപ്പർ OS ആണ് വരുന്നത്. അതിനൊപ്പം തന്നെ നല്ല അടിപൊളി ബിൽഡ് ക്വാളിറ്റിയും 3 മൈക്രോഫോൺസ് നോയിസ് ക്യാൻസലേഷൻ ഉണ്ട്, കോൾസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി. അപ്പൊ എല്ലാം കൊണ്ടും തന്നെ നല്ലൊരു കിടിലം ഹാർഡ്വെയർ ആണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ചില പോരായ്മകളും ഉണ്ട്, അതെന്താണെന്ന് നമ്മൾ വീഡിയോയിൽ പറയാം. അപ്പോൾ നമ്മൾ റെഡ്മി വാച്ച് 5 ആക്റ്റീവിന്റെ ഒരു ഡീറ്റെയിൽ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. അപ്പോൾ എപ്പോഴത്തെ പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ റെഡ്മി വാച്ച് 5 ആക്റ്റീവിനെ കുറിച്ച് നമുക്ക് പറയാം. അപ്പോൾ ആദ്യം തന്നെ ഇതിന്റെ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് പറയാം. എന്നിട്ട് നമുക്ക് ഡിസ്പ്ലേ, സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും ഓവറോൾ പെർഫോമൻസും ഇതിന്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട് എല്ലാം തന്നെ നമുക്ക് വിശദമായി പറയാം. ഇതാണ് റെഡ്മിന്റെ ഏറ്റവും പുതിയ വാച്ച്, റെഡ്മി വാച്ച് 5 ആക്റ്റീവ്. അപ്പോൾ ഇവിടെ മീൻ്റെ ലോഗോ കാണാം, ബ്ലൂടൂത്ത് കോളിംഗ് ഉണ്ട്, അതേപോലെ വാച്ചിന്റെ പടം കാണാം. ഇവിടെ കുറച്ച് ഫീച്ചേഴ്സ് എഴുതി കാണാം. 2 ഇഞ്ച് ലാർജ് ഡിസ്പ്ലേ, പ്രീമിയം മെറ്റൽ ബോഡി, 3 മൈക്രോ എൻവയോൺമെന്റൽ നോയിസ് ക്യാൻസലേഷൻ ഫോർ ക്ലിയർ കോൾസ്, അതായത് 3 മൈക്രോഫോൺ ഉണ്ട്. അപ് ടു 18 days ഓഫ് ബാറ്ററി ലൈഫ്, 200+ വാച്ച് ഫേസസ്, 24/7 ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ്, 140 വർക്കൗട്ട് മോഡ്സ് ഉണ്ട്, ഹിന്ദി ലാംഗ്വേജ് സപ്പോർട്ടും ഇൻക്ലൂഡഡ് ആണ്. ഇതിന്റെ വില 2799 രൂപയാണ് വില വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇത് വാച്ച് ഒന്ന് പരിചയപ്പെടാം. ബോക്സിനകത്ത് വരുന്ന ചാർജിങ് പിന്നും പിന്നെ നമുക്ക് എന്താ പറയുക വാച്ചും മാനുവലും മാത്രമേ ഇൻക്ലൂഡ് ഉള്ളൂ. അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് തന്നെ വാച്ചിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ റെഡ്മി വാച്ച് 5 ആക്റ്റീവ്. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ നമ്മൾ നോട്ടീസ് ചെയ്യുന്ന ഒരു കാര്യം, വളരെ ഫ്ലാറ്റ് ആയ ഡിസ്പ്ലേ ആണ്. എന്നാൽ സൈഡ്സിലൊക്കെ കർവ് ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഇൻഹാൻഡ് എക്സ്പീരിയൻസ് അല്ലാണ്. ഫ്ലാറ്റ് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ കുറച്ചുകൂടെ ഒരു നല്ല ഫീൽ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ സ്ട്രാപ്പിന്റെ ക്വാളിറ്റി നല്ല പ്രീമിയം സ്ട്രാപ്പായിട്ട് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇത് സിങ്ക് അലോയിന്റെ മെറ്റലാണ്. അപ്പോൾ നല്ലൊരു സ്റ്റേഡി ബിൽഡ് ക്വാളിറ്റിയാണ്. പിന്നെ സ്ക്രാച്ച് റെസിസ്റ്റന്റ് ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സ്ട്രാപ്പ് ക്വാളിറ്റി വളരെ നല്ലതാണ്. സ്ട്രാപ്പ് നമ്മുടെ ആപ്പിളിന്റെ ഒക്കെ സ്ട്രാപ്പ് പോലെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതെനിക്ക് കുറച്ചൊരു ഡിഫിക്കൽട്ടി തോന്നി ഇടാൻ, എന്നാലും കുഴപ്പമില്ല. നല്ലൊരു സ്ട്രാപ്പ് ക്വാളിറ്റിയാണ്. മെറ്റീരിയൽ ഫിനിഷും അതേപോലെ ബിൽഡ് ക്വാളിറ്റിയൊക്കെ വളരെ മനോഹരമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നല്ലൊരു മെറ്റീരിയൽ ഫിനിഷാണ്. പിന്നെ ബാക്കിൽ നമുക്ക് പോകോ പിൻ ചാർജിങ് പോർട്ടാണ്. അതിനൊപ്പം തന്നെ എല്ലാ സെൻസേഴ്സും തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബിൽഡ് ക്വാളിറ്റി നല്ല, അതേപോലെ തന്നെ ഡിസൈൻ ലാംഗ്വേജ് നല്ല. എന്നാൽ ബെസൽസ് കുറച്ച് ലാർജ് ആണ്, ലാർജ് ബെസൽസ് ആണ്. 2 ഇഞ്ച് ഡിസ്പ്ലേ ആണ്, എന്നാലും കണ്ടില്ലേ ബെസൽസ് ലാർജ് ആണ്. അത് പൊതുവെ എല്ലാ ബഡ്ജറ്റ് സ്മാർട്ട് വാച്ചിലും വരുന്ന പോലെ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് പറയാം. അപ്പോൾ ഓവറോൾ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു 2 ഇഞ്ച് ഡിസ്പ്ലേ ആണ്. ഇത് LCD ഡിസ്പ്ലേ ആണ്, ഇത് AMOLED അല്ല, LCD ഡിസ്പ്ലേ ആണ്. എന്നാൽ പോലും കളേഴ്സ് ഒക്കെ നല്ലതാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കളേഴ്സാണ്. വളരെ റിച്ച് ആൻഡ് പോപ്പിംഗ് കളേഴ്സ് അല്ലാന്ന് മാത്രം, കാരണം അത് AMOLED വരുള്ളൂ. എന്നാലും നല്ല വ്യൂവിംഗ് ആംഗിൾസ്, അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് ഉണ്ട്. ഡിസ്പ്ലേക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബ്രൈറ്റ്നസ് ഉണ്ട്. അറൌണ്ട് 300 nits ഓഫ് പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ട്. ബ്രൈറ്റ്നസ് നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതാണ്. പിന്നെ ടച്ച് റെസ്പോൺസും നല്ലതാണ്. വളരെ സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ്. ലാഗോ അങ്ങനത്തെ ഒരു ഇഷ്യൂസും ഇല്ല. അതിനെക്കുറിച്ച് ഞാൻ വിശദമായി പറയാം സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് പറയുമ്പോൾ. എന്നാൽ ഡിസ്പ്ലേ ക്വാളിറ്റി നല്ലതാണ്. കളേഴ്സ് അത്യാവശ്യം നല്ലതാണ്, റിച്ച് ടോൺസ് ആണ്. എന്നാലും AMOLED കൊടുക്കാമായിരുന്നു എന്നെനിക്ക് തോന്നുന്നു. AMOLED അല്ലാത്തതുകൊണ്ട് തന്നെ വേറെ ഒരു കാര്യം മിസ്സിംഗ് ആണ്, ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഇതിനകത്തില്ല എന്നുള്ളത് വേറൊരു കാര്യമാണ്. ഇപ്പോൾ ഡിസ്പ്ലേ എക്സ്പീരിയൻസ് കൊള്ളാം. ഇനി നമുക്ക് സോഫ്റ്റ്വെയറിലേക്ക് പോകണമെങ്കിൽ ഇതാണ് ഷവമിൻ്റെ അല്ലെങ്കിൽ റെഡ്മിൻ്റെ ആദ്യത്തെ വാച്ച് ഇന്ത്യയിൽ ഹൈപ്പർ OS പവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഹൈപ്പർ OS സ്മാർട്ട് ഫോൺസിൽ മാത്രമല്ല, ഈവൻ കാറിലും ഉണ്ടായിരുന്നു, IoT ഡിവൈസസിൽ എല്ലാം തന്നെ ഷവമിൻ്റെ എല്ലാ പ്രൊഡക്ട്സും തന്നെ ഹൈപ്പർ OS ആണ് പവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ വന്ന ഒരു ഹൈപ്പർ OS പവേർഡ് വാച്ചാണിത്. അപ്പോൾ ഹൈപ്പർ OSന്റെ ഒരു പ്രത്യേകത വളരെ സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അത് തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടുന്നത്. അല്ലേ, വളരെ സ്മൂത്ത് എക്സ്പീരിയൻസ്, ഒരു ലാഗോ ഇഷ്യൂസോ ഒന്നുമില്ല. നമുക്ക് കണ്ടില്ല ഇവിടെ നിന്നൊക്കെ നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. മുകളിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ കോൾസ് ആൻഡ് നോട്ടിഫിക്കേഷൻ, താഴെ നിന്ന് എടുത്ത ക്വിക്ക് സെറ്റിംഗ്സ് ബാർ, ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാം. വൈബ്രേറ്റ് ഓപ്ഷൻ, ഇതിൻ്റെ ഒരു വൈബ്രേഷൻ മോഡ് ഉണ്ട്, അത് നല്ല സ്ട്രോങ് വൈബ്രേഷൻ മോട്ടറാണ്, അതും ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റാണ്. പിന്നെ നമുക്ക് ഇവിടെ വിഡ്ജറ്റ്സ് ആണ്, ഇതെല്ലാം വിഡ്ജറ്റ്സ് ആണ്. നമുക്ക് ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്താൽ ലേ ഔട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലേ ഔട്ട് കണ്ടില്ലേ, നമുക്ക് റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വേറെ ലേ ഔട്ട് ആഡ് ചെയ്യാം ഇവിടെ, അല്ലെങ്കിൽ പിന്നെ വിഡ്ജറ്റ്സ് ആഡ് ചെയ്യാം.
അപ്പോൾ അങ്ങനത്തെയൊക്കെ ഓപ്ഷൻസ് ഉണ്ട് കണ്ടില്ലേ, ലേ ഔട്ടുകൾ പല ടൈപ്പ് ഓഫ് ലേ ഔട്ട്സ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏത് ലേ ഔട്ടാണ് വേണ്ടത് അതിനനുസരിച്ചുള്ള വിഡ്ജറ്റ്സും നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏതൊരു വിഡ്ജറ്റ്സ് പോയി കഴിഞ്ഞാൽ നമുക്ക് ലേ ഔട്ട് കോൺഫിഗർ ചെയ്യാം. അപ്പോൾ എങ്ങനത്തെ ടൈപ്പ് വേണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. 4 എണ്ണം വേണോ, 3 എണ്ണം വേണോ, 2 എണ്ണം വേണോ, അങ്ങനത്തെ എല്ലാ വിഡ്ജറ്റ്സും നമുക്ക് കോൺഫിഗർ ചെയ്യാം. ഇവിടെ ഇഷ്ടംപോലെ വിഡ്ജറ്റ്സ് ഓപ്ഷൻ ഉണ്ട്. അതിനൊപ്പം തന്നെ നമുക്ക് കസ്റ്റമൈസും ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതൊരു നല്ല ഫീച്ചറായിട്ട് പറയും. പിന്നെ നമുക്ക് ഇവിടെ ഒരു ബട്ടനാണ് കൊടുത്തിരിക്കുന്നത്. ബട്ടൻ്റെ താഴെ തന്നെയാണ് മൈക്രോഫോണും സ്പീക്കറും കൊടുത്തിരിക്കുന്നത്. പിന്നെ 3 മൈക്രോഫോൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. മൂന്നെണ്ണം ഉണ്ട് മൈക്രോഫോൺസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഒരു കോൾ എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ മെനു ആണ് വരുന്നത്. കണ്ടില്ലേ, എല്ലാ ഓപ്ഷൻസും കാണാൻ സാധിക്കും നമുക്കിവിടെ. ബേസിക് ആയി വരുന്ന വർക്കൗട്ട് മോഡ്സ് വേറെ 140 പരം വർക്കൗട്ട് മോഡ്സ് ഉണ്ട്. അപ്പോൾ എല്ലാ ഓപ്ഷൻസും നമുക്ക് കാണാം. പക്ഷേ സ്വിമ്മിങ് മിസ്സിംഗ് ആണ്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. IPX8 റേറ്റിംഗ് ഉണ്ടെങ്കിലും സ്വിമ്മിങ് വർക്കൗട്ട് മോഡ്സിൽ മിസ്സിംഗ് ആണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമുക്ക് ഹിസ്റ്ററി കാണാം. നമുക്ക് ഇതുണ്ടല്ലേ, നമുക്ക് സ്റ്റെപ്സ് ട്രേക്കിനൊക്കെ കാണാം. ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് ഉണ്ട്. അതേപോലെ നമ്മൾ ഡെയിലി ആക്ടിവിറ്റി വർക്കൗട്ട് മോഡ്സ്, പിന്നെ സ്ലീപ്പ് ടൈമർ, പിന്നെ അതേപോലെ നമുക്ക് SpO2 മെഷർ ചെയ്യാം. ഇങ്ങനത്തെ എല്ലാ ഓപ്ഷൻസും ഉണ്ട്. പിന്നെ അലക്സ കോമ്പാറ്റബിലിറ്റി ഉണ്ട്. അപ്പോൾ അതും നല്ലൊരു ഫീച്ചറായിട്ട് വേണമെങ്കിൽ പറയാം. കാരണം ഇതിനകത്ത് നമുക്ക് പെയർ ചെയ്ത് കഴിഞ്ഞാൽ അലക്സ സ്മാർട്ട് ഫോൺ വഴി കണക്ട് ചെയ്ത് ഇതിനകത്ത് യൂസ് ചെയ്യുക എന്നുള്ള ഒരു ഫീച്ചറും കൂടി ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് പോയി സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള നമുക്ക് എല്ലാ ഫീച്ചേഴ്സും കാണാൻ സാധിക്കും. കണ്ടില്ലേ, ക്യാമറ കൺട്രോൾ, മ്യൂസിക് പ്ലേ ബാക്ക്, കോൾ ഫംഗ്ഷനാലിറ്റി ഉണ്ട്. പിന്നെ നമ്മളെ സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ വാച്ച് ഫേസസ് ചേഞ്ച് ചെയ്യുക, നോട്ടിഫിക്കേഷൻ, സൗണ്ട്, ഡിസ്പ്ലേ, എല്ലാ ഓപ്ഷൻസും തന്നെ സാധാരണ വരുന്നത്. പിന്നെ നമുക്ക് ലേ ഔട്ടും ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഗ്രിഡിന് മാറ്റി ഇങ്ങനത്തെ ലേ ഔട്ടിലേക്ക് നമുക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ എല്ലാ ഫംഗ്ഷനാലിറ്റിയും നല്ല വൃത്തിയിൽ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ, അത് മാത്രമല്ല UI വളരെ ഫ്ലൂയിഡ് ആയിട്ട് കണ്ടില്ലേ, വളരെ ഫ്ലൂയിഡ് UI ആണ്. അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതാണ്. കാരണം എന്താ വെച്ചാൽ ഹൈപ്പർ വോയിസിൻ്റെ ആ ഒരു ഫ്ലൂയിഡിറ്റി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ബജറ്റ് സ്മാർട്ട് വാച്ചിൽ കുറച്ചൊരു ലാഗൊക്കെ വരാറുണ്ട്, എന്നാൽ ഇവിടെ വളരെ സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല ഒരു ഇതാണ്. പിന്നെ നമുക്കിവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആമസോൺ അലക്സ സപ്പോർട്ട് ഉണ്ട്. അതായത് കണ്ടില്ലേ, ഇപ്പോൾ ലിസണിങ് ആണെന്നില്ല, അതായത് ഞാൻ ഫോണിൽ ഷോമീൻ്റെ ആപ്പ് കൊടുത്ത് വഴി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അലക്സ ഇവിടെ യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ അലക്സ യൂസ് ചെയ്യണമെങ്കിൽ ഒബ്വിയസ്ലി ഫോൺ കണക്റ്റഡ് ആയിരിക്കണം. അതിനൊപ്പം തന്നെ ഫോണിൽ ഇന്റർനെറ്റ് വേണം, എന്നാൽ മാത്രമേ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ നല്ല ഒരു ഫീച്ചറായിട്ട് ഡെഫിനറ്റ്ലി പറയാവുന്നതാണ്. ആമസോൺ അലക്സ സപ്പോർട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്. ഇനി നമുക്ക് ഇതിന്റെ ആപ്പ് കൊണ്ടുവന്ന് പരിചയപ്പെടാം. ഇതാണ് മീ ഫിറ്റ്നസ് ആപ്പ്. ഇത് വൺസ് പെയർ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കാണാം. ബ്ലഡ് ഓക്സിജൻ ലെവൽ, ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ കാണാം. പിന്നെ വർക്കൗട്ട് മോഡ്സ് ഉണ്ടല്ലോ, ഒരുപാട് വർക്കൗട്ട് മോഡ്സ് കാണാം. അതിനൊപ്പം തന്നെ നമുക്ക് ഡിവൈസിനകത്ത് പോയി കഴിഞ്ഞാൽ റെഡ്മി വാച്ചിന്റെ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്യാം, ആപ്സ്, പിന്നെ അതേപോലെ നമുക്ക് വാച്ച് ഫേസസ് സിങ്ക് ചെയ്യാവുന്നതാണ്. ഇഷ്ടംപോലെ വാച്ച് ഫേസസ് ഉണ്ട്. അറൌണ്ട് 200+ വാച്ച് ഫേസസ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതെല്ലാം നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ കണ്ടില്ല, എല്ലാ വാച്ച് ഫേസസ് നമുക്ക് സെലക്ട് ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ എല്ലാ ഓപ്ഷൻസ് കണ്ടില്ല, വോയിസ് അസിസ്റ്റന്റ്, ആമസോൺ അലക്സ നമ്മളിവിടെ ഓൾറെഡി കോൺഫിഗർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ പിന്നെ നമുക്ക് പ്രൊഫൈലിൽ നമുക്ക് സെറ്റിംഗ്സ് ഒക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റി ആപ്പ് ആണെന്ന് പറയാം. ഈ ആപ്പ് നമ്മൾ ഒരുപാട് ഷോമിന്റെ വാച്ചസിൽ യൂസ് ചെയ്ത ആപ്പ് തന്നെയാണ്. ഒരു പുതിയ ആപ്പല്ല, നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തതാണ്. ഇതിന്റെ എക്സ്പീരിയൻസ്, അതായത് സോഫ്റ്റ്വെയർ നമ്മൾ കണ്ടു വളരെ സ്മൂത്ത് ആണ്. എന്നാൽ പെർഫോമൻസിന്റെ കാര്യം പറയുമ്പോൾ ഇത് എത്രത്തോളം നല്ലതാണ്? എനിക്ക് ആക്ച്വലി പെർഫോമൻസ് വളരെ സ്മൂത്ത് ആയിട്ട് തോന്നി. അത് മാത്രമല്ല ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് ആണെങ്കിലും SpO2 ആണെങ്കിലും എല്ലാം തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ട്. എന്നാൽ പോലും ഞാൻ ഒരു കാര്യം എല്ലാവരെയും റിമൈൻഡ് ചെയ്യുക, ഒരിക്കലും ഇത് സ്മാർട്ട് വാച്ച് വെച്ച് നമ്മൾ ഇതൊന്നും മെഷർ ചെയ്ത് കണക്കിലെടുക്കരുത്. കാരണം ഇത് ജസ്റ്റ് ഒരു റെഫറൻസിന് മാത്രമേ ഉള്ളൂ. അത് ഏത് സ്മാർട്ട് വാച്ച് ആണെങ്കിലും, അതിപ്പോൾ റെഡ്മി ആണെങ്കിലും ഷോമി ആണെങ്കിലും ഏതാണെങ്കിലും ഏതൊരു ബ്രാൻഡ് ആണെങ്കിലും സ്മാർട്ട് വാച്ച് നമ്മൾ ഒരിക്കലും കംപ്ലീറ്റ് ആക്യുറസി ലെവലിൽ എടുക്കരുത്. കാരണം എല്ലാത്തിനും അതിൻ്റെതായ പരിമിതികളുണ്ട്. ഇപ്പോൾ സ്മാർട്ട് വാച്ചിന്, പ്രത്യേകിച്ച് ബജറ്റ് സ്മാർട്ട് വാച്ചിന് അതിൻ്റെതായ പരിമിതികളുണ്ട്. എന്നാൽ നമുക്ക് ജസ്റ്റ് റെഫറൻസ് വാല്യൂന് എടുക്കാം. ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ല. സ്റ്റെപ്സ് ട്രാക്കിംഗ് നല്ലതായിട്ട് എനിക്ക് തോന്നി. GPS നമുക്ക് വാച്ച് ഫോണിൽ കണക്ട് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതും കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ വർക്കൗട്ട് മോഡ്സ് ആണെങ്കിൽ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. സ്റ്റെപ്സ് ട്രാക്കിംഗ് നല്ലതായിരുന്നു. അതേപോലെ തന്നെ സ്ലീപ്പ് ട്രാക്കിംഗ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആക്യുറസി ലെവൽ എന്ന് പറയുകയാണെങ്കിൽ ഒരു ഫിറ്റ്നസ് ട്രാക്കിങ്ങിന്റെ, ഒരു ബജറ്റ് ഫിറ്റ്നസ് ട്രാക്കിങ്ങിന് വേണ്ട അത്യാവശ്യം ബേസിക് ആയ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഡെഫിനറ്റ്ലി കിട്ടുന്നുണ്ട്. അപ്പോൾ അതും കുഴപ്പമില്ല. പിന്നെ കോൾ ക്വാളിറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ കോൾസ് എല്ലാം നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ട് എടുക്കാം. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. സ്പീക്കർ പെർഫോമൻസ് വളരെ ലൗഡായിരുന്നു, സ്പീക്കർ എക്സ്പീരിയൻസും നല്ലായിരുന്നു. അതിനൊപ്പം തന്നെ നമുക്ക് കോൾസിന്റെ ക്വാളിറ്റി ഇല്ല, മൈക്രോഫോൺ ക്വാളിറ്റി നല്ലായിരുന്നു. 3 മൈക്രോഫോൺസ് ആണ് ENC, എൻവയോൺമെന്റ് നോയ്സ് ക്യാൻസലേഷന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെറിയൊരു നോയ്സി കണ്ടീഷൻ ഒക്കെ ആണെങ്കിൽ പോലും നല്ല രീതിയിൽ നമുക്ക് സംസാരിക്കാം. ഇൻഫാക്ട് ഞാൻ 2-3 കോള് അറ്റ് എ ടൈം എടുത്ത് നോക്കിയിട്ട് നല്ല എക്സ്പീരിയൻസ് ആണ്, നല്ല ലൗഡാണ്. ഇൻഫാക്ട് എനിക്ക് ഫോൺ യൂസേജ് ചെയ്യേണ്ടി വന്നില്ല.
എന്നുള്ളതാണ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി സ്മാർട്ട് വാച്ച് ആണ്. ഡെഫിനറ്റ്ലി നമുക്ക് ഇതിനെക്കുറിച്ച് പറയാവുന്നതാണ്. അപ്പോൾ മൈക്ക് ക്വാളിറ്റി നല്ലതാണ്, സ്പീക്കർ എക്സ്പീരിയൻസ് നല്ല, പിന്നെ കോളൊക്കെ ചെയ്യാനും നല്ല രീതിയിൽ നമുക്ക് ചെയ്യാം. പിന്നെ കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ഒരുപാടുണ്ട്. കോളിന്റെ റിംഗ് ടോൺസ് മാറ്റാം, അങ്ങനത്തെ എല്ലാ ഓപ്ഷൻസ് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നല്ല, അതിനൊപ്പം തന്നെ ഇതിന്റെ പെർഫോമൻസും നല്ലതായിട്ട് എനിക്ക് തോന്നിയത്. ഇനി ഇതിന്റെ ബാറ്ററി ലൈഫിലേക്ക് വരാം. 470 mAh ബാറ്ററിയാണ്. ഇൻഫാക്ട് ബാറ്ററി കപ്പാസിറ്റിയും ഇൻക്രീസ്ഡ് ആണ്. അത് വെച്ച് നമുക്ക് അപ് ടു 12 ഡേയ്സ് ബാറ്ററി ലൈഫ് നമുക്ക് അനായാസം കിട്ടുന്നതാണ്. ഇൻഫാക്ട് ഹെവി യൂസേജിലാണ് 12 ഡേയ്സ് പറയുന്നത്, അല്ലെങ്കിൽ നോർമൽ യൂസേജിലാണ് 18 ഡേയ്സ് ആണ് കമ്പനി പറയുന്നത്. അപ്പോൾ ഒരു ഓൺ ആൻ ആവറേജ് 10 ദിവസം ഈസിലി നമുക്ക് കിട്ടും, 10-12 ദിവസം ഈസിലി കിട്ടുന്നുള്ളതിൽ ഒരു സംശയമില്ല. അപ്പോൾ നല്ലൊരു ലോങ് ബാറ്ററി ലൈഫ് വേണമെങ്കിൽ ഡെഫിനറ്റ്ലി റെഡ്മി വാച്ച് 5 ആക്റ്റീവ് നല്ലൊരു ഓപ്ഷനാണ്. കാരണം സോളിഡ് ബാറ്ററി ലൈഫാണ് കൊടുത്തിരിക്കുന്നത്, ലാർജ് കപ്പാസിറ്റി ബാറ്ററി ഉണ്ട്, അതിനൊപ്പം തന്നെ നല്ല ഒരു ബാറ്ററി ലൈഫ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇൻഫാക്ട് നമ്മൾ വർക്കൗട്ട് മോഡ്സ് ഒക്കെ യൂസ് ചെയ്താൽ പോലും ഏറെക്കുറെ ഒരു 10 ദിവസം ഈസിലി ലാസ്റ്റ് ചെയ്യുന്നുള്ളതിൽ ഒരു സംശയമില്ല. അപ്പോൾ ബാറ്ററി ലൈഫ് നല്ലതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇതായിരുന്നു റെഡ്മി വാച്ച് 5 ആക്റ്റീവിന്റെ ഒരു ഡീറ്റെയിൽ എക്സ്പീരിയൻസ്. ഇതിന്റെ പ്രോസ് ആൻഡ് കോൺസ് പറയാം. പ്രോസ് എന്ന് പറഞ്ഞാൽ ഹൈപ്പർ OS, വളരെ സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ്, നല്ലൊരു സ്മൂത്ത് പെർഫോമൻസും ആണ്, അതിനൊപ്പം തന്നെ നല്ല സോഫ്റ്റ്വെയർ ആണ്, പിന്നെ മെറ്റീരിയൽ ബിൽഡ് ക്വാളിറ്റി നല്ലതാണ്, അതിനൊപ്പം തന്നെ കോൾസ് ഒക്കെ അറ്റൻഡ് ചെയ്യാം. ബ്ലൂടൂത്ത് കോളിംഗ് ആണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് എടുക്കാം. പിന്നെ IPX8 റേറ്റിംഗ് ഉണ്ട്, അതായത് വാട്ടർ റെസിസ്റ്റൻസ് കേപ്പബിലിറ്റീസും ഉണ്ട്. IPX8 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം മഴ നനയും അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും പ്രശ്നം വരുന്നില്ല. പിന്നെ എന്താ പറയുക, നമുക്ക് ഇഷ്ടംപോലെ വർക്കൗട്ട് മോഡ്സും ഉണ്ട്, ക്ലൗഡ് വാച്ച് ഫേസസും ഉണ്ട്, അതിനൊപ്പം തന്നെ ലാർജ് ഡിസ്പ്ലേ ഉണ്ട്, അടിപൊളി ബാറ്ററി ലൈഫ്. പിന്നെ ഇതിന്റെ പോരായ്മ എന്ന് വെച്ചാൽ AMOLED ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ പോരായ്മ. ഇപ്പോൾ പ്രോബ്ലി AMOLED കൊടുക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു. ഒരുപാട് സ്മാർട്ട് വാച്ചസിലൊക്കെ AMOLED വരുന്നുണ്ട്. അപ്പോൾ AMOLED കൂടെ കൊടുക്കായിരുന്നു. AMOLED ഇല്ലാത്തതുകൊണ്ട് തന്നെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഇല്ല എന്നുള്ളതാണ് മറ്റൊരു പോരായ്മ. എന്നാലും ആ പോരായ്മയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിലും ഓവറോൾ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും ബാക്കി ബാറ്ററി ലൈഫൊക്കെ നോക്കുമ്പോൾ ഇതൊരു സോളിഡ് ഓപ്ഷൻ ആണ്, ഡെഫിനറ്റ്ലി പറയാം. 2799 രൂപയ്ക്ക് ഞാൻ ഹൈലി റെക്കമെൻഡഡ് വാച്ചാണ് റെഡ്മി വാച്ച് 5 ആക്റ്റീവ്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു എക്സ്പീരിയൻസ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. ഇത് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഇത് സെപ്റ്റംബർ 3 മുതൽ സെയിലിൽ പോകുന്ന ഒരു വാച്ചാണ്. വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ യു നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.